ഇന്നലെ സൂരജ് കൃഷ്ണ പോയിട്ട് 1 വർഷം തികഞ്ഞു. അവൻ്റെ അച്ഛനമ്മമാരും പ്രിയപ്പെട്ടവരും ഇന്നലെ അവൻ്റെ കല്ലറയിലെത്തിയിരുന്നു. അവനിഷ്ടപ്പെട്ട ചോക്ലേറ്റുകളും ലേസുമൊക്കെ അവരവനായി കൊണ്ടുവന്നിരുന്നു. ആരാണ് സൂരജ് കൃഷ്ണ? പറയാം. ഒരല്പം ഫ്ലാഷ് ബാക്ക്. പ്രിയപ്പെട്ട ചിലരൊക്കെ മരണപ്പെട്ടു പോയാലും അവരിപ്പോഴും നമുക്കിടയിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടാകാറില്ലേ ചിലപ്പോഴൊക്കെ? അതിനെ മതിഭ്രമം എന്ന് വിളിക്കും ചിലർ. എന്നാൽ പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞു പോയിട്ടും ഇപ്പോഴും അയാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരത്ത്. ശ്രീകാര്യം ശിവതീർത്ഥത്തിൽ വിമുക്ത ഭടനായ സുനിൽകുമാറിൻ്റെയും രജിതയുടെയും 2 ആൺമക്കളിൽ മൂത്തവനായിരുന്നു സൂരജ് കൃഷ്ണ. കുട്ടു എന്നായിരുന്നു അവൻ്റെ ചെല്ലപ്പേര്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം സുനിൽകുമാർ ചവറ KMML സുരക്ഷാ ജീവനക്കാരനായി ജോലി നോക്കുകയാണ്. മൂത്ത മകൻ സൂരജ് കൃഷ്ണയെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നായിരുന്നു ആ അച്ഛനമ്മമാരുടെ ആഗ്രഹം. അവൻ്റെയും ലക്ഷ്യം അതുതന്നെയായിരുന്നു. ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. 41 ദിവസം നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. എന്തെങ്കിലും തടസ്സമുണ്ടാക്കി ഭഗവാൻ അത് മുടക്കും. ഇത് ഒരുപാട് പേരുടെ അനുഭവമാണ്. പക്ഷേ കുട്ടു 41 ദിവസം മുടങ്ങാതെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോയി നിർമാല്യം തൊഴുതു. അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ അച്ഛനും അമ്മയും ആവത് ശ്രമിച്ചു. പക്ഷേ അവൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. 41 ദിവസവും അവൻ നിർമാല്യം തൊഴുതു. കൂട്ടുകാരെ പോലെയായിരുന്നു ആ അച്ഛനും അമ്മയും മക്കളും. ബാംഗ്ലൂരിലൊക്കെ യാത്ര പോകുമ്പോൾ ആ 20കാരനായിരുന്നു ഈ ദൂരം അത്രയും വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം എവിടെയോ പോകാൻ തുടങ്ങുകയായിരുന്നു അമ്മയും മകനും. ഏറെ നേരമായിട്ടും അവനെ കാണാത്തതുകൊണ്ട് അമ്മ മുകൾ നിലയിലെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴവൻ നിലത്തു വീണ് കിടപ്പുണ്ടായിരുന്നു. നിലവിളിച്ച് ആളെ കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അവൻ ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്തയിടത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് സുനിൽകുമാർ ജോലി സ്ഥലത്തായിരുന്നു. 2024 മാർച്ച് 26 അത്. അവൻ പോയിട്ട് ഇന്നലെ 1 വർഷം തികഞ്ഞു. ഇപ്പോഴും ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ആ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ മുറി ഇപ്പോഴും അങ്ങനെ തന്നെ അവർ സൂക്ഷിക്കുന്നു. ദിവസവും രാവിലെ അമ്മ അവൻ്റെ കിടക്ക വിരിച്ചിടും. മുറി തൂത്തു തുടച്ച് വൃത്തിയാക്കും. ഏതു നേരവും അവനുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ട് മാത്രമേ അവർ കഴിക്കൂ. അവനെ അടക്കം ചെയ്തത് കുറച്ചങ്ങ് ദൂരെ കാരേറ്റ് എന്ന സ്ഥലത്ത് അമ്മയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്താണ്. ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന ആ തുണ്ട് പുരയിടത്തിൽ ഏതോ ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുട്ടു യാദൃച്ഛികമായി ചെന്നു. ഒരു പ്രത്യേക ഇടത്ത് നിന്നിട്ട് ഈ പുരയിടം വൃത്തിയാക്കിയിടണമെന്ന് അപ്പൂപ്പനോട് പറഞ്ഞത്രേ. അന്ന് അവൻ നിന്നിടത്താണ് ദിവസങ്ങൾക്കു ശേഷം എന്നേക്കുമായി അവൻ ഉറങ്ങാൻ കിടന്നത്. അവൻ മരിക്കുന്നതിന് 1-2 ആഴ്ച മുൻപാണ് ഈ സംഭവം. അച്ഛൻ്റെ കൂട്ടുകാരനായ ശ്രീകുമാറായിരുന്നു നിർമാല്യം തൊഴാൻ പോകുമ്പോൾ അവന് തുണ പോയിരുന്നത്. അദ്ദേഹം തന്നെയാണ് അവൻ ഉറങ്ങുന്നയിടത്ത് അവനു വേണ്ടി കല്ലറ പണിഞ്ഞതും. രാത്രി 12 മണിക്ക് ശേഷം ആ വീട്ടിൽ ആരെയും ഉണർന്നിരിക്കാൻ സമ്മതിക്കാതെ കുട്ടു ശല്യപ്പെടുത്തുമെന്ന് അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നു. കിടന്നുറങ്ങുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നതിൻ്റെയും മറ്റും ശബ്ദം കേൾക്കാറുണ്ടെന്നും അവർ പറയുന്നു. മകനെ അടക്കം ചെയ്തയിടത്ത് ഓരോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒരുക്കി ഈ അച്ഛനും അമ്മയും ചെല്ലും. അവൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളും ലേസുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അവൻ്റെ കല്ലറ തൂത്തു തുടച്ച് വൃത്തിയാക്കും. അവനോടെന്ന പോലെ വർത്തമാനം പറയും. അവരെ വിട്ടുപോയതിന് പരിഭവിക്കും. ഡോക്ടറായില്ലെങ്കിലും ഈ അച്ഛനമ്മമാരുടെ മനസ്സിൽ അവനിപ്പോൾ ഡോക്ടറാണ്. അതുകൊണ്ടാണ് അവൻ്റെ കല്ലറയിൽ ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന മാർബിൾ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. എല്ലാവരെയും കല്യാണത്തിന് വരണമെന്ന് ആശിച്ചിരുന്നതാണ്. ഇനി കൊച്ചുള്ള കല്യാണം ആഗ്രഹമായിരുന്നു. അത് അടിച്ചു പൊളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമ്മളെ കയ്യിലൊന്നും അല്ലല്ലോ, അത് നടന്നില്ല. ഇപ്പം എന്ത് ചെയ്യാനൊക്കെ സാധിച്ചില്ല. നീയെങ്കിലും ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇനി വരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് അവളെ പകുതി തീരം തീർച്ചയാൻ വിടാം. അവർക്ക് നിൽക്കാനും ആവും നടക്കാനും ആവും. ഒരാഴ്ചയ്ക്ക് മുമ്പേ അങ്ങ് വന്നു വന്നാൽ ഇന്നലെ രാത്രി വന്ന് ബഹളം ഉണ്ടാക്കി എന്നെ കൊണ്ടുവരാനായിട്ട് എന്നെ കുഴി സഹിതം പിടിച്ച് തള്ളിയവൻ എന്തെല്ലാം കാണിച്ചെന്നറിയാൻ. എങ്ങും പോയിട്ടില്ല അവൻ എൻ്റെ അടുത്ത് എപ്പോഴും വരണുണ്ടവൻ. എല്ലാ കാര്യങ്ങളടുത്തും പറഞ്ഞിട്ട് എന്നെ പോകും. എൻ്റെ എൻ്റെ കാലെനിക്കെടുക്കാൻ വയ്യായിരുന്നു. അവൻ വന്ന് ഒരാടി അടിച്ചാണ് എൻ്റെ കാലിപ്പം എനിക്ക് നടക്കാൻ ഒത്തിരിയെങ്കിലും ആവുന്നു. അല്ലെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്.
എൻ്റെ ഈ കൈയും അതുപോലെ തന്നെ എടുക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ലായിരുന്നു. എൻ്റെ കാലിലൊന്നും ഒറ്റയടി. ഞാൻ ഇത് ആരടിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീച്ചപ്പോഴാണ് കാലെടുക്കാൻ എനിക്ക് നടക്കാൻ പറ്റുന്നു. ഇവൻ വന്ന് അടിച്ചതാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് കിടക്കും. എനിക്കറിയാം അവനാണെന്ന്, എനിക്ക് നല്ലോണം അറിയാം. വന്ന് തനിയെ വന്ന് ഇട്ടിട്ട് പിന്നെ അങ്ങ് അണച്ചിട്ട് പിന്നെ വിടും. ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടന്നപ്പോൾ കാണാൻ ഞാൻ കിടന്ന് ചിരിച്ചപ്പോൾ അങ്ങ് പോയി. വരുമ്പോൾ നല്ല മണമാണ്. നല്ല മണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ മണം ഞാൻ കേട്ടിട്ടേ ഇല്ല. അവസാനമായി അവനോടൊന്നും മിണ്ടാൻ പറ്റിയില്ലെന്നാണ് അച്ഛൻ്റെ സങ്കടം. എന്തെങ്കിലും അസുഖം വന്ന് കുറച്ചു ദിവസം ചികിത്സയിലായിരുന്നെങ്കിൽ പോലും ഇത്രയും വേദനയുണ്ടാവില്ലെന്ന് പറഞ്ഞ് അച്ഛൻ തേങ്ങുന്നു. മരിക്കുമ്പോൾ അവനൊരു പ്രണയിനി ഉണ്ടായിരുന്നു. അവൻ്റെ മരണശേഷം അവൾ അവൻ്റെ വീട്ടിൽ വന്നിരുന്നു. പിന്നെയും കുറേ നാളുകൾ അവൾ അവൻ്റെ അച്ഛനെയും അമ്മയെയും വിളിക്കുമായിരുന്നു. പിന്നീട് അവളുടെ ഭാവിയോർത്ത് അവർ തന്നെ അവളെ വിലക്കി. ലക്ഷണങ്ങൾ കാണിക്കാത്ത അന്യൂറിസം എന്ന രോഗമായിരുന്നു കുട്ടുവിനെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വെളിപ്പെട്ടത്. ധമനിയുടെ ഭിത്തിക്ക് ബലക്ഷയം സംഭവിക്കുകയും പിന്നീട് അത് പൊട്ടി ആന്തരിക രക്തസ്രാവമുണ്ടാകുകയും ചെയ്യുന്ന രോഗമാണ് അന്യൂറിസം. കുട്ടുവിൻ്റെ 21ാം പിറന്നാളിനും അവന് പുതുവസ്ത്രങ്ങളും വാങ്ങി ഭക്ഷണവും ഉണ്ടാക്കി അച്ഛനും അമ്മയും കുഞ്ഞനുജനും അവൻ്റെ കല്ലറയിലെത്തി. അപ്രതീക്ഷിതമായി മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനമ്മമാരുടെ തോന്നലായിരിക്കാം ഇതെല്ലാം. ഞങ്ങൾ ഈ സ്റ്റോറി ചിത്രീകരിക്കാൻ കുട്ടുവിൻ്റെ വീട്ടിലും അവൻ്റെ കല്ലറയിലും പോയിരുന്നു. പലപ്പോഴും ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിനും മകനോടുള്ള പരിഭവം പറച്ചിലിനും മുന്നിൽ നിശബ്ദനായിരിക്കാനേ കഴിഞ്ഞുള്ളൂ. കുട്ടു ഒരുപക്ഷെ ആ അച്ഛൻ്റെയും അമ്മയുടെയും അനുജൻ്റെയും ഒപ്പം ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം. നമുക്കവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും.